ഭിന്നശേഷിക്കാരനായ മൂത്ത മകന് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചവരാണ് നെപ്പോളിയനും ഭാര്യയും. ഏറെക്കാലത്തെ അന്വേഷണത്തിനൊടുവിലാണ് തിരുനെൽവേലിക്കാരിയായ അക്ഷയ എന്ന പെൺകുട്ടിയെ ധനുഷിനു വേണ്ടി ഇരുവരും കണ്ടെത്തിയതും വിവാഹ നിശ്ചയമടക്കം അത്യാഡംബരമായി വിവാഹം നടത്തിയതും. ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചായിരുന്നു പ്രിയപ്പെട്ടവരെയെല്ലാം ഒത്തുചേർത്തുള്ള ആ വിവാഹം നടത്തിയത്. ഇപ്പോഴിതാ മാസങ്ങൾക്കിപ്പുറം വീട്ടിലേക്ക് ഒരു അതിഥി വന്നപ്പോൾ അവിടെ അക്ഷയ മാത്രമില്ല. നെപ്പോളിയൻ പങ്കുവച്ച വീഡിയോയിൽ ആരോഗ്യപരമായി അല്പം മോശാവസ്ഥയിലുള്ള ധനുഷിനെയുമാണ് കാണാൻ സാധിക്കുന്നത്. ഇതോടെയാണ് വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ കമന്റുകളുമായി എത്തിയത്. എല്ലാ കമന്റുകളിലും അക്ഷയ എവിടെ, നെപ്പോളിയന്റെ മരുമകൾ എവിടെ എന്ന ചോദ്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതോടൊപ്പം ധനുഷിന്റെ ആരോഗ്യം മോശമായല്ലോ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ധനുഷിന്റെ രൂപത്തിൽ എന്താണ് മാറ്റം സംഭവിച്ചത് തുടങ്ങി നിരവധി പേർ കമന്റുകളായി ചോദ്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. ധനുഷിന്റെയും അക്ഷയുടെയും വിവാഹത്തിന് സദ്യ ഒരുക്കിയ പ്രശസ്ത യൂട്യൂബറും ഷെഫുമായ മദംപെട്ടി രംഗരാജ് എന്ന വ്യക്തിയാണ് അതിഥിയായി നെപ്പോളിയന്റെ യുഎസിലെ വീട്ടിലേക്ക് എത്തിയത്. ആ വീഡിയോയാണ് നെപ്പോളിയൻ ഏറെ സന്തോഷത്തോടെ പങ്കുവച്ചതും.